ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ടൊരു പൂക്കളം ചെയ്യാം. അപ്പോൾ നമ്മൾക്കതൊരു വെറൈറ്റി ആയിട്ട്, ഇപ്പം ഞാൻ തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഏത് വലുപ്പമാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സ്ക്വയർ പീസുകൾ 2 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസായിട്ട് എടുക്കണേ. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് അതിന് ആദ്യം ലെങ്ത് വൈസ് 3 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്ത്, പിന്നെ അതിനെ വിഡ്ത്ത് വൈസ് ഒന്ന് 3 ആക്കി ഫോൾഡ് ചെയ്തിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇതുപോലെ പല കളേഴ്സ് എടുത്തിട്ട് അതിനെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ വർക്ക് തുടങ്ങാം. കാരണം ഒത്തിരി ഇങ്ങനെ വേണ്ടി വരും. അപ്പോൾ പല കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്തേക്കണ വൈറ്റ് ഗ്ലൂ ആണ്. ഏത് വൈറ്റ് ഗ്ലൂ ആണെങ്കിലും മതി. അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മളൊരു പെന്നോ അല്ലെങ്കിൽ പെൻസിലോ എന്താണെങ്കിലും കൊള്ളില്ല. അപ്പോൾ ഞാൻ ബ്രഷാണ് എടുത്തിരിക്കണേ. അതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഈ പേപ്പർ ഇതുപോലെ എടുത്ത് ചുരുട്ടി നമ്മൾ ഗ്ലൂവിൽ ഡിപ്പ് ചെയ്ത് ഇതിനെ പതുക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മിഡിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടാവും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ലൈനിൽ സ്റ്റിക്ക് ചെയ്യാണ്ടിരുന്നാൽ മതി. ലൈൻ വിട്ടിട്ട് 2 സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് പോകുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. നമ്മൾ ആദ്യം ഇതിന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇൻസൈഡ് ഫില്ല് ചെയ്യാനായിരിക്കും എളുപ്പം. അപ്പോൾ ഔട്ട്ലൈൻ കൊടുത്തുമ്പോൾ അത് കറക്റ്റ് ഷേപ്പിലിരുന്നോളൂ. നമ്മളിപ്പോൾ സാധാരണ വീടുകളിൽ ചെയ്യുമ്പോൾ ഇത്രയും വലുത് ചെയ്യണമെന്നില്ല, നമ്മൾ ചെറുതല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും ഇത്. ഇതിപ്പോൾ ഞാൻ 4 അടിയുടെ ഒരു പൂക്കളാണ് ചെയ്തത്. അപ്പോൾ അത് ഒത്തിരി വലുതായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളിവിടെ അസോസിയേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പൂക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലുതെടുത്തത്. അല്ലെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തീരും കേട്ടോ. അത്രയ്ക്ക് വെച്ചാൽ എളുപ്പമല്ലേ. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് ചെയ്യാൻ ഒത്തിരി എളുപ്പമാണത്. ഇത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ. ഉള്ളിലോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്യണം, എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളേ. എന്നിട്ട് പിന്നെ നല്ലോണം ഇങ്ങനെ ഒതുക്കി കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രിം ചെയ്തൊക്കെ കൊടുത്താലും മതി. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഷേപ്പിൽ വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ കുറച്ച് കറക്റ്റായിട്ട് ചെയ്താൽ മതി. നല്ല ഭംഗിയിൽ വരും. ഇപ്പോൾ ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ കംപ്ലീറ്റ് ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഡിസൈൻ അനുസരിച്ച് എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗവും കൂടി അരികുവശം അത് നമുക്ക് ബോർഡർ കളർ കൊടുക്കണം എളുപ്പം. കാരണം നമ്മൾ പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കളറങ്ങ് കൊടുത്ത് കഴിയുമ്പോൾ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ സെയിം കളർ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആ റെഡിൻ്റെ ഏരിയയിലേക്ക് റെഡ് കൊടുത്തു, പിന്നെ ഗ്രീനും 2 കളർ മാത്രമേ മാറി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 2 കളറും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഫില്ലാവും. ഇത് നോക്കിക്കേ, ഇത് മുഴുവനായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പൂക്കളാണ്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാനും ഒരു സൗകര്യം ഉണ്ടാവും. പൂക്കളായിട്ട് തന്നെ തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പൂക്കളൊക്കെ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പൂക്കളാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.